ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസ് അപ്പോൾ ഹെയർ കെയർ സീരീസ് ഡേ 11 ആണ്. ഓക്കെ, അപ്പം ഇത്രയും ദിവസം വീഡിയോ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, മാറ്റിയിട്ട് ചില വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ തിരിച്ചും റീഷൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ സീരീസ് ഡേ 11 ആണ്. ഓക്കെ, ഇന്ന് ചെയ്യേണ്ടത് ഒരു കറ്റാർ വാഴ എടുക്കുക. പിന്നെ ബാക്കി ഇവിടെ നെറ്റിക്കയറുന്ന ഭാഗത്ത് ഇവിടെ ഗ്യാപ്സ് ഉള്ളവിടൊക്കെ, ഒരുപാട് ഗ്യാപ്സ് ഉള്ളവിടൊക്കെ നന്നായി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, എനിക്ക് കോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഹോട്ട് ഓയിൽ മസാജാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ തന്നെ ഈ ഒരു ബോട്ടിലാണ് ഞാനിത് ആദ്യമേ കാച്ചി വെച്ച ഒരു എണ്ണയാണ്. ഓക്കെ, ഇതിൽ നെല്ലിക്ക പിന്നെ കറിവേപ്പിലയുടെ ആണ് എണ്ണ. ഓക്കെ, ഞാനത് മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കുറച്ച് എടുക്കുന്നുള്ളൂ. ഓക്കെ, എനിക്ക് സൈനസ് പ്രോബ്ലം പിന്നെ ഹെഡേക്കിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന വരുന്നതുകൊണ്ട് ഞാൻ കുറച്ചാണ് എണ്ണ ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നം ഇല്ലാത്തവർ നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കറ്റാർ വാഴ എടുത്ത് നന്നായി മസാജ് ചെയ്ത് വിടുക. ഒരു തലയോട്ടിയിൽ മാത്രം മസാജ് ചെയ്തിട്ട് ചെറുതായിട്ട് നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നോ അത് എണ്ണ ഒത്തിരി എടുത്തിട്ട് മസാജ് ചെയ്ത് വിടുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 4 തുള്ളി എത്ര എടുത്തിട്ടുള്ളൂ. ഓക്കെ, എണ്ണ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നേരെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യം തന്നെ മുടിയുടെ എല്ലാം കെട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി എണ്ണ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് കയ്യിലാക്കുക. ഓക്കെ, അപ്പോൾ ഡ്രൈനെസ് ഉള്ള ഭാഗം ജസ്റ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഒരുപാടൊന്നും അമർത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ സ്കാൽപ്പ് മസാജ് ചെയ്യാറുണ്ടല്ലോ, അതിന് തന്നെ സർക്കുലേഷൻ മെത്തേഡിൽ ചെയ്താൽ മതി. എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേപ്പിലയുടെ എണ്ണ ചെറുതായി കാച്ചിട്ട് നന്നായി സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് വിടേണ്ടതാണ്. അത് ഷാംപൂ ഇടേണ്ട ആവശ്യമില്ല, അത് തലയോട്ടിയിലിരുന്നാലും പ്രശ്നമില്ല ആ എണ്ണ. ഓക്കെ, ഹെൽപ്ഫുള്ളായിരിക്കും. തലയോട്ടിക്കും നല്ലത്, മുടിയുടെ ഇഴകൾക്കും നല്ലതാണ് ഇത്.
നീം ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പിന്നീടാവുന്നതാണ്. ഓക്കെ, ഞാൻ പിന്നീടുന്നുണ്ട് എപ്പോഴും. പിന്നീടാൻ ഇഷ്ടമാവാത്തവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ബണ്ണാക്കി കെട്ടി വെക്കാവുന്നതാണ്. ഓക്കെ, മുടി ഞാൻ എപ്പോഴും പിന്നിടുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ മുടിയിൽ ഒരുപാട് ഡ്രൈനെസ് ഉണ്ട്, റഫ്നെസ് ഉണ്ട്, പിന്നെ ഒരുപാട് ഫ്രിസിയാണ് എൻ്റെ ഹെയർ. പിന്നെ ഒരുപാട് ഇത് റഫും പിന്നെ ഒരു സ്പ്ലിറ്റൻസ് ഒക്കെ ഒഴിവാക്കാനാണ് ഞാൻ നന്നായിട്ട് പിന്നിടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് താഴെ വരി ഇടാം, എൻഡ് വരി നിങ്ങൾക്ക് പിന്നിടാവുന്നതാണ്. ഓക്കെ, ഞാൻ ചെറിയ ഒരു ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ സ്ക്രഞ്ച് വെച്ചിട്ട് ആണ് ഞാൻ പിന്നിടുന്നത്. ഓക്കെ, പിന്നി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബണ്ണാക്കി നീറ്റായിട്ട് സെറ്റാക്കി വെക്കാവുന്നതാണ്. ഓക്കെ, ഇത് എണ്ണ തേച്ച് മുടിയിൽ നിന്ന് തേച്ച് കളയേണ്ടതില്ല. ഓക്കെ, അതൊരു 2 ദിവസം അങ്ങനെ വിട്ടാലും നടക്കുന്നതാണ്. നോ ഇഷ്യൂസ്. അത് ഫ്രിസിനെസ്, ഡ്രൈനെസ് ഒക്കെ, സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു ഓയിൽ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ എല്ലാം ഈ ഒരു റെമഡി ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഇനി ഞാൻ ഇനി വീഡിയോസ് ഇടുന്നതാണ് ഈ ഒരു ഹെയർ കെയർ സീരീസിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. ഓക്കെ, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ. അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.